നമുക്കിതിന് ആദ്യം വേണ്ടത് 1 കപ്പ് മൈദയും പിന്നെ കുറച്ച് ഒറിഗാനോയും പിന്നെ നമ്മുടെ ഈസ്റ്റും പിന്നെ നമ്മുടെ തക്കാളി സോസുമാണ് വേണ്ടത്. ഇനി നമുക്ക് ഇളം ചൂടുവെള്ളത്തിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ വെക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൈദയൊക്കെ കുഴച്ചെടുക്കാൻ പോകുന്നത്. മൈദ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഒറിഗാനോ കൂടി ഇടാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുത്ത് പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഞാനിപ്പോൾ കുഴച്ചെടുത്ത മൈദ. അത് ഞാൻ 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മളതിൻ്റെ അറ്റം ഒന്ന് ഇതേപോലെ ഒന്ന് ഉരുട്ടി ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചീസൊക്കെ ഇടുമ്പോൾ ഇത് പുറത്തോട്ട് വരും. അപ്പോൾ ഒരു കാണാൻ നമ്മുടെ രസം ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മുടെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ സോസൊക്കെ നന്നായിട്ട് ഡീപ്പായിട്ട് ഒന്ന് ഇറങ്ങി ചെല്ലാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് തക്കാളിയും പിന്നെ സവാളയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. അത് നമ്മൾ മിക്സിക്കകത്തിട്ട് അരച്ചിട്ട് പിന്നെ നമ്മുടെ പാനിലിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസും പിന്നെ നമ്മുടെ കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ടാൽ നമ്മുടെ സോസ് റെഡിയാകും. ഇതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സോസ്. ഇത് നമ്മളിങ്ങനെ നമ്മുടെ പിസ്സയിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിന്ന് എല്ലായിടത്തും നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താലേ ഉള്ളൂ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മൾ സോസ് തേച്ചാൽ മാത്രമേ നമ്മുടെ പിസ്സയുടെ ടേസ്റ്റ് കൂടത്തുള്ളൂ. പിന്നെ നമ്മുടെ സോസിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കെച്ചപ്പിൽ ചിലപ്പോൾ ഉപ്പുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് ഞാൻ കഷ്ണാക്കിയിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ കഷ്ണാക്കി ഇടുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇവിടെ സീസണിങ് എടുത്തിരിക്കുന്നത് നമ്മുടെ പെപ്പറാണ്. ക്യാപ്സിക്കാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചയും ചുവപ്പുമാണ്. അപ്പോൾ ഞാൻ കുറച്ച് സവാളയും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ കളറൊന്നൊന്നുമില്ല. നമ്മുടെ പിസ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചീസ് എത്ര ഇട്ടാലും നമ്മുടെ പിസ്സയുടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അങ്ങനെ എൻ്റെ പിസ്സ ഇവിടെ തയ്യാറായി. എല്ലാവരും തയ്യാറാക്കി നോക്കണേ.